നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നുണ്ട്. അങ്ങയെ സംബന്ധിച്ച് വിഷമം പിടിച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വീട് ജപ്തി ഭീഷണി നേരിടുന്നു. എന്താണ് പറഞ്ഞേ? അത് എന്റെ വ്യക്തിപരമായ വിഷയമല്ലേ. തെരഞ്ഞെടുപ്പ് അതിന് ബന്ധമില്ലല്ലോ. അത് പരിഹരിക്കേണ്ടത് ഞാൻ മാത്രമാണല്ലോ. എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. രാഷ്ട്രീയമായി തന്നെ പ്രാധാന്യമുള്ള വീട് കൂടിയാണല്ലോ. അല്ല, അത് ഈ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലോൺ എടുത്തതാണ്. ലോണ് തിരിച്ചടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പതുക്കെ അടക്കാമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നു. ഒരു 8 സെന്റ് സ്ഥലത്ത് ജാഫർ കോളനിയിൽ ഞാൻ ആദ്യം താമസിച്ച വീടുണ്ടായിരുന്നു. അത് വിറ്റു. അതിലൊരു ഭാഗം ഞാൻ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ഭാഗമായിട്ട് അടച്ചു. ബാക്കിയുള്ള ഭാഗം അടക്കാൻ നമ്മൾ വൈകുന്തോറും അതിങ്ങനെ കൂടി വരുമല്ലോ. അപ്പം അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ്. എന്നാലും ബാങ്ക് പരമാവധി പിന്നെ സമയമൊക്കെ നീട്ടി തന്നിട്ടുണ്ട്. ഞാൻ ബാങ്കിനൊന്നും കുറ്റപ്പെടുത്തൊന്നുമില്ല. അവർക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഈട് നൽകിയിട്ടാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പൊ പിന്നെ അവരിതിനെ ഈട് തിരിച്ചു പിടിച്ച് ലോണിന്റെ സംഖ്യ കണ്ടെത്തുക എന്നാണ് പിന്നെ ബാങ്കിനുള്ള പോകാൻ വഴി. അത് പിന്നെ ഞാൻ തന്നെ വ്യക്തിപരമായി നോക്കണം. അത് ചെയ്യാൻ പരിഹരിക്കാൻ എന്ന് പറയുന്നത് നോക്കട്ടെ, എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. വിൽക്കാനൊന്നുമില്ല ഇനി. അത് എന്താ മാർഗം നോക്കണം. ഏതായാലും അടച്ചല്ലേ പറ്റും. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അത് എന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട്. പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒറ്റക്കാക്കില്ല, പാർട്ടി ഇടപെടുന്നതാണ്. അതൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷെ പാർട്ടി ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റക്കാണല്ലോ ഇതിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിലേക്ക് വലിച്ചേക്കണ്ട. പാർട്ടി സഹായിക്കില്ലേ? അത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നേരത്തെ ചോദിക്കായിരുന്നു. അത് ഇത് തിരിച്ചടക്കണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊന്നും നിർത്താനും പറ്റൂലല്ലോ. പെട്രോൾ അടിക്കണം, ഫോൺ ബില്ല് അടക്കണം, വീട്ടിലെ ചിലവ് നടത്തണം, അതെല്ലാം ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന പൈസ അതിന് തികയുള്ളായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാവും. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നു എന്നെ. പക്ഷെ ഞാനങ്ങനെ സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പാർട്ടിയോട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികളും ഉണ്ടാക്കി വെക്കുന്ന ബാധ്യതകൾ മുഴുവൻ പാർട്ടി ഏറ്റെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പാർട്ടിയോട് നമ്മള് ഇഷ്ടപ്പെടുന്ന നമ്മളെ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിക്കാം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അല്ലാതെ വേറെ മാർഗം ഇതൊന്നും കൂടി അർത്ഥമില്ല. കാരണം MLA എന്ന രീതിയിൽ കിട്ടുന്ന ചെലവുകളൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റേണ്ടി വരും. മറ്റ് വേറൊരു രീതിയിലും
പണം സമ്പാദിക്കാൻ ഒരു കാലത്തും ശ്രമിക്കാത്ത ആളുകൾ കൂടിയാണ്. അല്ല, ഇപ്പൊ നമ്മൾ പണമല്ലല്ലോ പ്രധാനം. പണത്തിനേക്കാളും ഒക്കെ മുകളിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളൊക്കെ വന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അന്വേഷിക്കാനുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ലോണായിട്ട് എടുത്തത്. 70 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ഇത് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ളൊരു ഇത് വിറ്റിട്ട് കുറച്ച് പൈസ കൊടുത്തു. പക്ഷേ ഏകദേശം ഞാൻ 70-60ഓളം അടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും 58, 59 വരികയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. മീറ്ററിട്ട മാതിരിയല്ലേ. ഇപ്പോൾ ഈ 31 അടച്ചില്ലെങ്കിൽ ഇനി അത് ഏതിലേക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്ക് ലോണുകൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും പറയാനുള്ളത്, അത് കഴിയുന്നത്ര ആരും എടുക്കാതിരിക്കാൻ നോക്കാം. അല്ല, തെറ്റല്ല. പക്ഷെ ഞാൻ അവരോടൊന്നും ചോദിക്കാതെ ഞാൻ ചെയ്തൊരു കാര്യമല്ല. എൻ്റെ കുടുംബം അറിയാം, കുടുംബത്തിന് അറിയാം എങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വേറെ മാർഗമില്ല. അപ്പോൾ ഞാൻ പാർട്ടിയോട് ഞാനിങ്ങനെ ലോൺ എടുക്കുന്നു എന്ന് ചോദിച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റില്ല. അല്ല, അതിപ്പോ എൻ്റെ പിതാവും അങ്ങനെ തന്നെ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അന്നും അദ്ദേഹവും ഉള്ള കാലത്തും ഇത് ബാങ്കിലായി. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനെ വലിയ സമ്പന്ന ഒരു കുടുംബമല്ലല്ലോ. ഭാര്യ വീടും അവരൊക്കെ വളരെ ഒരു മിതമായി ജീവിക്കുന്ന ആളാണ്. എങ്ങനെ അല്ല, ഞാനങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് 49 ലക്ഷം രൂപയില്ല. അതെ, വൺ ടൈം സെറ്റിൽമെന്റ് തന്നിട്ട് കുറച്ചായി. അപ്പൊ അത് ആ സെറ്റിൽമെന്റ് വരാതെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യും, അത് 58 തന്നെ പോകും. 58 തോന്നുന്നു, 58, 59. ഇപ്പൊ അത് അവരുടെ ഈ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈബ്യൂണൽ, അത് ബാങ്കിന്റെ കയ്യിൽ നിന്ന് അത് വിട്ടിട്ടുണ്ട്. അവരിവിടെ വരികയൊക്കെ ചെയ്തിരുന്നു. ഇന്ത്യ വിഷൻ കാലത്തെ ബാധ്യതകളൊക്കെ അതൊക്കെ അതോ വ്യക്തിപരമായ ബാധ്യതകൾ മാത്രമേ? ഇന്ത്യ വിഷന്റെ ബാധ്യതകൾ എന്ന് പറയുന്നത് അത് ഷെയർ ഹോൾഡേഴ്സിന്റെ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് വേറെയാണ്. അത് പിന്നെ ഒരു കമ്പനിയാണ്. അത് കമ്പനിയാണ്. കമ്പനി ആണ് ആ ബാധ്യത. കമ്പനി എന്ന് പറഞ്ഞാലും കമ്പനിയിൽ ആരൊക്കെ സഹായിക്കുന്നുണ്ട് ആലോചിക്കാറ്. അന്തിമമായി അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ഒരു ബാധ്യതയും നമുക്ക് ബാക്കി വെക്കാൻ പറ്റില്ല. അതൊക്കെ പരിഹരിക്കും. സമയം വേണം. ഇതുവരെ അതിനൊന്നും നോക്കാൻ നേരമില്ല. അതിനെ കുറച്ച് ഇതൊക്കെ നമുക്ക് കാലാകാലം MLA എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടുള്ള സാലറി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വേറെ മാർഗങ്ങൾ നോക്കണം. എനിക്കാകെ ഞാനൊരു പബ്ലിഷിംഗ് ഹൗസുണ്ട്. പിന്നെ എനിക്ക് വളാഞ്ചേരിയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. പക്ഷെ കച്ചവടം എനിക്ക് പറഞ്ഞതല്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നിന്നും വരുമാനം ഇല്ലയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ അടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. എന്തെങ്കിലും വഴി വരാതിരിക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാർഗം വരെയായിരിക്കും. ഞാൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാരണം ഇതുവരെ വന്നില്ലേ. 63 വയസ്സ് വരെ വന്നല്ലോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നു. പിന്നെ ഈ ഒരു ഫാഗ് എൻഡിൽ
വലിയ പ്രശ്നങ്ങൾ വന്നു ചേരേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പ്രതിസന്ധികളിൽ നമ്മളുടെ ജീവിതത്തിൽ പലതും ഉണ്ടാവും. മറികടക്കുക എന്നുള്ളത് അത് എല്ലാവരുടെ മുന്നിലും വന്നിങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളാരും ചെയ്യാറുള്ള കാര്യമല്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. പൊളിറ്റിക്സ് എന്താ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു, അത് ചോദിക്കും. ആ, തെരഞ്ഞെടുപ്പ് നമ്മൾ ടീം UDF, നമ്മുടെ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF. അപ്പോൾ ടീം UDF എന്ന് നമ്മൾ ഒരു മുദ്രാവാക്യമുണ്ട്. അത് 100 തികയ്ക്കുക എന്നാണ്, 100 സീറ്റ് തികയ്ക്കുക. അപ്പം അതിലേക്ക് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ വടകര പോകുന്നുണ്ട്. വടകര കൺവെൻഷൻ പരമാവധി സ്ഥലത്ത് ഞാൻ പോകും. അപ്പോൾ പോയ സ്ഥലത്തു നിന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നുണ്ടായിരിക്കും ജനാധിപത്യ മുന്നണി. അല്ല, ഞാൻ പിന്നെ മുഖ്യമന്ത്രി ആരെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ UDFന്റെ ചെയർമാൻ VD സതീശനാണ്, കൺവീനർ അടൂർ പ്രകാശാണ്. ആ ടീം UDFനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണല്ലോ. അത് AICC അതിൻ്റെ സമയത്ത് തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് നമ്മളിപ്പം സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു, നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം നമ്മൾ തൃക്കരിപ്പൂര് പോലും നല്ല ട്രെൻഡാണ്. പേരാമ്പ്ര തുടങ്ങി നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്ന് കരുതിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിൽ പോലും വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.